പച്ച ഡ്രസ്സിട്ട് ഞാൻ ഒരു പച്ച ലഡുവിൻ്റെ കഥ പറയാം. ഇതേ സമയം ഒരു 10ാം ക്ലാസ് സമയം. 10ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ആ സ്കൂളിലെ ഏറ്റവും സൂപ്പർ സീനിയറാണ് ഞങ്ങൾ. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ എന്താണ് കില്ലാടികൾ, ക്ലാസ്സിലെ കില്ലാടികളായിട്ടുള്ള കുറച്ച് പേരുണ്ട്. അതിൽ നമ്മളുണ്ടായിരുന്നു. നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു അങ്ങനത്തെ ഗ്യാങ് എന്നൊക്കെ പറയും, അതങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത്. അപ്പം നമ്മളൊരു വലിയ കുറച്ച് കൂട്ടുകാരുണ്ട്, ഭയങ്കര അടുപ്പമുള്ള കൂട്ടുകാരുണ്ട്. അപ്പം ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഫുഡ് കയറ്റാൻ പറ്റില്ല, ഔട്ട് സൈഡിൽ നിന്നുള്ള ഫുഡൊന്നും കയറ്റാൻ പറ്റത്തില്ല. പിന്നെ പേരൻസ് എന്ന് പറയുമ്പോൾ ഓരോ മാസത്തിൽ ഒരു മാസത്തിൽ ഒരു വട്ടമൊക്കെയാണ് ചിലപ്പോൾ നമുക്ക് നമ്മുടെ പേരൻസിനെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ പേരൻസ് നമ്മുടെ കൊതി കൊണ്ട് നമുക്ക് കുറച്ച് ഫുഡ് കൊണ്ടുതരും. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക്, ഐ മീൻ ഒരു ഗുഡ് ഫ്രണ്ടിന്, അവള് ഒരു ദിവസം അവളുടെ അമ്മ ഞങ്ങൾക്ക് 5 പേർക്കും കൂടെ പച്ച കളർ ലഡു പച്ച ലഡു എന്ന് പറയും. എനിക്കിപ്പോൾ എവിടെ ആ പച്ച ലഡു കണ്ടാലും നമുക്ക് ആ ഒരു മെമ്മറി ഓർമ്മ. നമുക്ക് മേടിച്ചു തന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തിരിച്ച് പതുക്കെ ആരും കാണാതെ റൂമിൽ കൊണ്ടുവന്ന് അത് കഴിക്കണമല്ലോ. പച്ച ലഡു എന്നൊക്കെ പറഞ്ഞാൽ മഞ്ഞ ലഡു പോലൊന്നും അല്ല, ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെയാണ് നമ്മുടെ വിചാരം. നമ്മളത് റൂമിൽ കൊണ്ടുവന്നിട്ട് കഴിക്കാൻ സമയം കിട്ടിയില്ല. അപ്പം തന്നെ ഞങ്ങൾ റൂമിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ അവിടെ ആയമാരൊക്കെ നമ്മളെ ഒരു ഡൗട്ടോടെ നോക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ഭയങ്കര പാനിക്കായി പേടിച്ചു. ആ സാധനം എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾക്ക് കഴിക്കണം. നമ്മളെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് കഴിക്കാൻ ചെല്ലുന്ന സമയത്ത് സാധനം അവിടെ ഇല്ല, പച്ച ലഡു കാണുന്നില്ല, ഒരെണ്ണം പോലും ഇല്ല. അപ്പം ഞങ്ങളാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി, വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന വിഷമമൊന്നും അല്ല. ആ സമയത്ത് ഫ്രസ്ട്രേഷൻ, ദേഷ്യം, ഇത് കിട്ടാഞ്ഞിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ട്, ഇതൊക്കെയായിരുന്നു. ആരോ എടുത്ത് കഴിച്ചതാണ്. അപ്പം ഞങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ ആരോടും പറയാൻ പറ്റത്തില്ല, കാരണം അവിടെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മറ്റേ കള്ളക്കടത്ത് പിടിച്ച പണം പോലെയാണ്, ആരോടും കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പൊളിച്ച് കയറ്റിയ സാധനം കള്ളപ്പണം പോലെയാണ്. നമുക്ക് ആരോടും കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാണാണ്ട് പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പം ഞങ്ങളാണെങ്കിൽ തിരിച്ച് ഞങ്ങൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു പ്രൈവറ്റ് സെറ്റപ്പിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ തീരുമാനിച്ചു, പച്ചലഡ് കാണാതെ പോയതിൽ. അപ്പം ഞങ്ങൾ അങ്ങനെ തപ്പി ഇങ്ങനെ തപ്പി ഓരോരുത്തരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അനിയത്തി അവിടെ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് എവിടെ നിന്നും ഒരു പച്ചലഡ് കിട്ടി. അപ്പോൾ അങ്ങനെ അന്വേഷണം വന്ന് ലാസ്റ്റ് ഞങ്ങൾ ആ കുട്ടീനെ കണ്ടുപിടിച്ചു, എടുത്ത കുട്ടീനെ കണ്ടുപിടിച്ചു. ഞങ്ങൾ ശരിക്കും പറഞ്ഞ ആ സമയത്ത് ഇത് തിന്നാൻ പറ്റാത്തതിൻ്റെ വിഷമം എല്ലാവരും ഒരുപോലെ കേട്ടോ, എല്ലാവരും ഒരുപോലെ. കാരണം ആ സമയത്ത് ഈ കൊതി എന്ന് പറയുന്നൊരു സാധനമാണ്. കാരണം ഈ ഉള്ളിൽ ഫുഡ് കയറ്റാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ കയറ്റി കഴിക്കുന്ന സമയത്ത് കൊതി ഉണ്ടല്ലോ, കൊതി വെറി എന്നൊക്കെ പറയത്തില്ലേ, അതുകൊണ്ട് നമ്മൾ ആ കൊച്ചിനോട് ചോദിച്ചു ഇതാണ് എടുത്തത് ചോദിച്ചു. ഞങ്ങൾ കുറേ പറഞ്ഞ് ഞങ്ങളുടെ ഈ ശബ്ദമൊക്കെ കേട്ട് പ്രശ്നമായിട്ട് കടന്ന് ടീച്ചേഴ്സ് വന്നു, ആയമാർ വന്നു, ഞങ്ങളെ പിടിച്ചു നോക്കി. അവിടെ ചോദിച്ചു ഞങ്ങളതിനെ വഴക്കുണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും എന്താ, നമ്മൾ പ്രശ്നക്കാരാണ്, നമ്മൾ ഓൾറെഡി അവിടെ പ്രശ്നക്കാരാണല്ലോ, നമ്മളെ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചതായ കുറ്റം, എടുത്ത് കഴിച്ചതൊന്നും കുറ്റമായില്ല, അങ്ങനത്തെ കുറേ ഇതൊക്കെ പോയി. ഇപ്പം ആലോചിക്കുമ്പോൾ അതൊരു ഫൺ മൊമെൻ്റ് ഒക്കെ ആയിട്ടാണ് തോന്നുന്നത്. ആ സമയത്ത് പക്ഷെ അതിനുള്ള മനസ്സിലാക്കാനുള്ള ബോധമോ വിവരമൊന്നും ഇല്ല. ഇപ്പം ചിന്തിക്കുമ്പോൾ എനിക്ക് ഇപ്പം ഒരു ടീച്ചറൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് തോന്നുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൊച്ചിൻ്റെ അവസ്ഥ, അതെടുത്ത് കഴിച്ച കൊച്ചിൻ്റെ അവസ്ഥ ഞാൻ ചിന്തിക്കുമ്പോൾ പാവം തോന്നിപ്പോകും. കാരണം അങ്ങനെ എടുത്ത് കഴിക്കണമെങ്കിൽ ഓക്കെ, മോശമാണ്, തെറ്റാണ്, അത് വേറൊരു അതിൻ്റെ ഇത്. അങ്ങനെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ചുറ്റുപാടിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിക്കാൻ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തൊരു സമയത്ത് അങ്ങനെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലവർ കഴിച്ചു പോകും. ഭക്ഷണമാണ്, സ്വർണമോ അങ്ങനെയൊന്നും അല്ല, കഴിച്ചു പോവും. സെയിം അവസ്ഥയാണ് ഞങ്ങൾക്കും. നോറ്റി ഇരുന്നിട്ട് ഒരു പച്ചലൂട് കിട്ടി, അത് കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷനിൽ അന്ന് ആ കുട്ടീനോട് എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഓർത്ത് ശരിക്കും പറഞ്ഞാൽ റിഗ്രറ്റ് എന്നല്ല, അതൊക്കെ ഒരു കാലം കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ പറയണ്ടായിരുന്നു, അത് മോശമായിപ്പോയി. പക്ഷെ നമ്മളന്ന് പച്ചലൂട് തിന്നവരെ എല്ലാവരെയും നമ്മൾ എന്താ പറയാ, കുറേ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ചലഡുവിനോട് ഒരു കൊതിയും തോന്നിയിട്ടില്ല, സത്യം പറയാലോ. അതിൻ്റെ വല്ല ശാപം കൊണ്ടൊക്കെ ആയിരിക്കും. ഇപ്പം എനിക്കൊന്നും പച്ചലഡു തിന്നാനേ തോന്നാറില്ല, മഞ്ഞലഡു ഒക്കെ കിട്ടിയാലോ തിന്നായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു കൊതിയോ പിന്നീട് അതൊരു ഇതായിട്ട് ക്രേവിങ്സ് ആയിട്ടൊന്നും പിന്നെ തോന്നിയിട്ടില്ല. കാണുമ്പോൾ ഓർക്കും ഈ സിറ്റുവേഷനും
അത് നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കും, അല്ലാതെ ഒന്നും ഓർക്കത്തില്ല. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഒരു ഡീപ്നെസ് മനസ്സിലാവുന്നത്. നമ്മള് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കഴിയുമ്പോൾ എല്ലാവർക്കും കൊതിയും ക്രേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് കഴിച്ചു പോകുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാവുന്ന ഇപ്പോഴാണ്, കുറെ നാൾ കഴിയുമ്പോൾ. അത് നമ്മളിലും പ്രായം കുറഞ്ഞ കുട്ടികളാണ് അത് കഴിക്കുന്നത്. സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ കൊണ്ട് ഒരു മാസത്തിലൊക്കെ ഒന്നൊക്കെ കഴിക്കുക, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്തായാലും ഇപ്പൊ എല്ലാ ഹോസ്റ്റലിലും ഫുഡൊന്നും വലിയ ഇതൊന്നും ഇല്ലല്ലോ, വലിയ ടേസ്റ്റോടൊന്നും ഉള്ള ഫുഡൊന്നും അല്ല. അപ്പൊ പുറത്തുനിന്നൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും എന്തായാലും നമുക്ക് വിഷമൊന്നും വാങ്ങിച്ചു തരത്തില്ല. പക്ഷെ ഇങ്ങനെ കഴിക്കരുതെന്ന് പറയണം, അവിടെ അതോറിറ്റിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കഴിക്കരുതെന്ന് പറഞ്ഞത്. പക്ഷെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ക്രേവിങ്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി മധുരം കഴിക്കുക, ഇച്ചിരി ഇതൊക്കെ കഴിക്കാന്ന് പറയണത് പ്രശ്നമൊന്നും അല്ലായിരുന്നു. പിന്നെ അന്ന് നമ്മളെ എതിരെ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമ്മളൊരു പ്രായം എത്തുമ്പോൾ മറക്കും. ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു കൂട്ടത്തിൽ വന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആയത്, ഇപ്പോഴും അവരുമായിട്ടുള്ള കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ബോണ്ട് ഇത്ര വരാൻ കാരണം എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നിന്നപ്പോഴാണ് വന്നത്. പല പേരൻസിന്റെ മക്കള്, പല സ്ഥലത്തു നിന്നുള്ളവര്, പല കൾച്ചറിൽ നിന്നുള്ള ആൾക്കാരെല്ലാവരും ഒരുമിച്ച് ഒരു ഹോസ്റ്റലിൽ നിൽക്കുക, ഒരുമിച്ച് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് തന്നിട്ടുള്ളത് ഈ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്നിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പറ്റിയതൊക്കെ. അപ്പം ഭയങ്കര എന്താ പറയാ, ഇപ്പോഴും ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കതിൽ ഭയങ്കര നെഞ്ചിൽ കൊള്ളും, മനസ്സിൽ കൊള്ളും.